ദൈവത്തിന് മനുഷ്യരുടെ പാപങ്ങൾ വെറുതെ അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് യേശുവിനെ കുരിശിലേറ്റിയത്? സർവശക്തനായ ദൈവത്തിന് ചുമ്മാ അങ്ങനെ അങ്ങോട്ട് ക്ഷമിക്കാൻ സാധിക്കേണ്ടതല്ലേ? ശരി, തീർച്ചയായും ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരം ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ വെറുതെ ക്ഷമിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ്. സെയിന്റ് തോമസ് അക്വീനസ് പഠിപ്പിക്കുന്ന പോലെ സർവശക്തനായ ദൈവത്തിന് ഒറ്റ വാക്കിൽ മനുഷ്യനോട് ക്ഷമിക്കാമായിരുന്നു. കുരിശു മരണം ഒരു അനിവാര്യതയല്ലായിരുന്നു. പിന്നെ എന്തിനാണ് യേശു കുരിശിൽ മരിച്ചത്? ചുമ്മാ ക്ഷമിച്ചു എന്ന ഒറ്റ വാക്ക് ഉച്ചരിച്ച് നമ്മളെ നമ്മുടെ തകർന്ന അവസ്ഥയിൽ വിട്ടുപോവുകയല്ല ദൈവപുത്രൻ ചെയ്യുന്നത്. പകരം നമ്മളെ അടിമുടി രൂപാന്തരപ്പെടുത്തുകയാണ് ദൈവം ചെയ്യുന്നത്. യേശു ഒരു മനുഷ്യനായി നമ്മുടെ വേദനകളിലേക്കും ഒറ്റപ്പെടലുകളിലേക്കും ഭയപ്പാടുകളിലേക്കും ഇറങ്ങി വന്ന് അതിനെയെല്ലാം അതിജീവിച്ച് അങ്ങനെ നമ്മളെ അവിടുത്തെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ അകമേ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നതാണ് അവിടുത്തെ കുരിശുമരണം. പക്ഷേ അവിടുത്തെ ഈ രക്ഷാകര പ്രവൃത്തി കുരിശുമരണത്തിൽ അവസാനിക്കുന്നതല്ല. അതിനെ വെല്ലുന്ന മഹിമ പ്രതാപത്തോടെയുള്ള ഉയർപ്പിലും സ്വർഗാരോഹണത്തിലുമാണ് അവസാനിക്കുന്നത്. യേശു കുരിശിൽ മരിക്കുന്നത് യേശുവിന് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഇതാണ് ഏറ്റവും മികച്ച മാർഗം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ മികച്ചതായി എൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ കഴിയുക? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുട്ടി കുരുത്തക്കേട് കാണിക്കുകയും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അത് സാരമില്ല, തീർന്നു, അതോടെ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന അത്ര ശരിയായ നിലപാടാണോ? ഒറ്റ വാക്കിൽ ക്ഷമിച്ചു എന്ന് പറയുന്നതാണോ ശരിയായ നടപടി? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരു അച്ഛനോ അമ്മയോ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചാൽ സാരമില്ല, ഞാനത് ശരിയാക്കിക്കോളാമെന്ന് പറയുന്നതിലല്ല കാര്യം. അത് ആ കുട്ടിയുടെ തന്നെ ഡിഗ്നിറ്റിക്ക് ചേർന്നതല്ല. അതിന് പകരം ആ കുട്ടി ഉണ്ടാക്കി വെച്ച പ്രശ്നം പരിഹരിക്കാൻ അവനോടൊപ്പം കൂടെ നിന്ന് സഹായിക്കുന്നതാണ് ശരിക്കുമുള്ള സ്നേഹം. കുരിശിൽ നിന്ന് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അനിതര സാധാരണമായ സ്നേഹത്തോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളുടെ ആഴവും തീവ്രതയും ഭീകരതയുമാണ്. ചിലരെങ്കിലും പറയാറുണ്ട്, ഇല്ല, ദൈവത്തിൻ്റെ നീതി നിർവഹിക്കപ്പെടേണ്ടതായിരുന്നു, യേശു നമ്മുടെ സ്ഥാനത്ത് ശിക്ഷിക്കപ്പെടുകയായിരുന്നു, ദൈവം തൻ്റെ ക്രോധം യേശുവിൽ ചൊരിയുകയായിരുന്നു. തെറ്റാണ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് പകരം യേശു ശിക്ഷിക്കപ്പെടുകയായിരുന്നു എന്ന ഈ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി സഭ തള്ളിക്കളയുന്നതാണ്. നമ്മൾ കുരിശിൽ കാണുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായിത്തീരുന്ന കുഞ്ഞാടിനെയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പ്രതിഫലമായ ബലിയാണത്. മരണത്തെയും പാപത്തെയും പരാജയപ്പെടുത്തി സ്വയം ബലിയായിത്തീരുന്ന ദൈവിക സ്നേഹമാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. അല്ലാതെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളിയായ ക്രിസ്തുവിനെ അല്ല. ബലിയാണ്, പണിഷ്മെൻ്റ് അല്ല. ഇത് ദൈവകോപമല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ് വെളിവാക്കുന്നത്. ഇതിനെ നമ്മൾ പഴയ നിയമ ബലികളുടെ വെളിച്ചത്തിൽ വേണം മനസ്സിലാക്കാൻ. പഴയ നിയമത്തിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് നമ്മുടെ പാപങ്ങൾക്ക് പകരം ശിക്ഷിക്കപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്. അതേ കണക്ക് പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ശിക്ഷിച്ചുകൊണ്ട് തൻ്റെ ക്രോധം യേശുവിൽ ചൊരിയുകയല്ല ചെയ്യുന്നത്. ഇനി കുരിശു മരണത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? എന്തിനാണ് ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ബലി കൊടുക്കുന്നത്? നിങ്ങളുടെ ഈ ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ വെറുതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയല്ല, അത് ദൈവവുമായുള്ള ഒന്നാകലാണ്. യേശു മരിച്ചത് നമുക്ക് കിട്ടേണ്ട ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ജീവനിൽ നമ്മളെയും പങ്കുകാരാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അത്രയും അകന്നു പോയിരുന്നു. ആ ഒരു അകൽച്ച മാറ്റാനാണ് യേശു മനുഷ്യനായി വന്നത്, നമ്മളിൽ ഒരാളെത്തിയിരുന്നത്. നമ്മൾ അനുഭവിക്കുന്ന വേദനയും പേടിയും മരണവുമൊക്കെ അനുഭവിച്ച് ആ വിടവ് നികത്തി ഇല്ലാതാക്കുന്നു. എന്നിട്ട് മനുഷ്യത്വവും ദൈവത്വവും ഒത്തുചേരുന്ന പുതിയൊരു ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ഭൂമിയിൽ മനുഷ്യനായി പിറന്ന അനുസരണത്തിൽ ജീവിച്ച് കുരിശിലെ ബലി വഴിയായി മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് യേശു ജനിക്കുന്നത്. മനുഷ്യകുലത്തോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ബലിയായി പിതാവായ ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയാണ് ക്രിസ്തു.